ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പ്യുവർസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ള് കാണട്ടോ. വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾക്കിവിടെ മെമ്പർഷിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇല്ലേ? അപ്പം എൻ്റെ പ്രൊഫൈല്, യൂട്യൂബിലെ പ്രൊഫൈല് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ മെമ്പർഷിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഫൈലിൽ മെമ്പർഷിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കുറേ ഓപ്ഷൻസ്, കുറേ കാര്യങ്ങളൊക്കെ വരും. അതിൽ നിങ്ങൾ എടുക്കേണ്ടത് വേറെ ഒന്നുമല്ല, 89 രൂപയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ എടുക്കരുത്. അതെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം അത് എടുക്കണ്ട. പകരം നിങ്ങൾ എടുക്കേണ്ടത് 299 അപ്പൊ 299 രൂപയുടെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എടുക്കാട്ടോ. യൂട്യൂബ് മെമ്പർഷിപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് 299 രൂപയാണ് സ്റ്റാർട്ടിങ്. ഇപ്പൊ നമുക്ക് പഴയ 89 രൂപയുടെ നമ്മൾ ഇട്ടിട്ടുണ്ട് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട്. ആ ഓപ്ഷൻ നിങ്ങൾ എടുത്തിട്ട് വലിയ കാര്യമില്ല. ഇപ്പൊ കാര്യമില്ലാത്ത കാര്യത്തിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ അതെനിക്ക് നിങ്ങളെ കൂടെ എടുപ്പിക്കാൻ കിട്ടാത്ത കാര്യം മറ്റു കാര്യമില്ല. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് 299 ആണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ആവശ്യമുള്ളവർ അത് എടുക്കുക. 2 രീതിയിൽ മെമ്പർഷിപ്പ് എടുക്കുക. ഒന്ന് യൂട്യൂബ് വഴി, 2 എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ യൂട്യൂബാണ്. അപ്പോൾ യൂട്യൂബ് വഴി മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. ഓക്കെ, വാട്സപ്പ് നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. 8891494012. അതൊരു നമ്പറേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അപ്പോൾ അത് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷനാണ് എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക. താല്പര്യമില്ലാത്തവർ കോണ്ടാക്ട് ചെയ്യേണ്ട. താല്പര്യമില്ലാത്തവർ അതേ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി യൂട്യൂബും, എനിക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒന്നുമില്ല. നമുക്കൊരു യൂട്യൂബും ഒരു വാട്സപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ IMO ഉണ്ട്, ബോട്ടിമുണ്ട്, ടെലഗ്രാം ഉണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പേഴ്സണൽ യൂസിനാണ്, നമ്മുടെ പേഴ്സണലായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണത് അല്ലേ? ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക. അതെനിക്ക് പറയാനുള്ളൂ. കൊട്ടണ ഡിസ്റ്റർബൻസ് ആണെങ്കിൽ അറിയില്ല, കൈയറിയാതെ ഇങ്ങനെ പോന്നു. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് കുറേ നാളായി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, കൂടുതലും ഷോർട്സ് ആയിടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്സ് വീഡിയോസ് കൂടുതൽ കാണാം കേട്ടോ. ഷോർട്സ് ആയിടുന്നത്. പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, താല്പര്യമുള്ളവരെ എടുക്കാം. വിഷയത്തിലേക്ക് പോയാലോ അല്ലേ? കുറേ നാൾ മുമ്പ്, ഒരു മാസം മുമ്പ് എനിക്കൊരു സംഭവം വന്നു. ചെയ്യുന്ന ഒരു മരവിച്ചൊരവസ്ഥ. സോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി കാണും. ഇതിനോട് താല്പര്യമില്ലാത്ത ഒരവസ്ഥ. സോ എന്ത് കണ്ടിട്ടും ഒരു ഉണർവില്ല, ഉന്മേഷമില്ല, താല്പര്യമില്ല, മൊത്തത്തിൽ മരവിച്ചൊരവസ്ഥ. അപ്പം എനിക്ക് എൻ്റെ ശരീരത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഉണ്ടായി. ഒരു ഗേളിൻ്റെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ ഞാനിങ്ങനെ വിചാരിച്ചു, എന്താണ് സൊല്യൂഷൻ. അങ്ങനെ സൊല്യൂഷൻ ഞാൻ അവസാനം കണ്ടെത്തി ഒരു കാര്യം. സോ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് പലരുടെയും കാണാറുണ്ട്. കാണുമ്പോൾ അതിലൊരു കപ്പിൾസിൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ അവർക്ക് ഇത് ഉണ്ടെന്ന് തോന്നി. അങ്ങനെ ഞാനത് നെറ്റിൽ സെർച്ച് ചെയ്തു. സോ ആ കപ്പിൾസിൻ്റെ വീഡിയോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു വീഡിയോ അല്ല, 2 വീഡിയോ അല്ല, കുറേ ഉണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, അങ്ങനെ വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വീഡിയോസ്. അവരുടെ പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയാണ്. അതാണ് മനസ്സിലായി കാണും ഇപ്പോൾ അല്ലേ? അപ്പോൾ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്. അതുവഴിയാണ് ഞാനത് നോക്കി സെർച്ച് ചെയ്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ആദ്യമായിട്ട് കാണുന്ന ഇംപ്രഷനും രണ്ടാമത് കാണുന്ന ഇംപ്രഷനും രണ്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്കതൊരു ഭയങ്കര സൂപ്പർ എഫക്റ്റാണ് ബോഡിയിലുണ്ടായത്.
സോ അടിപൊളി, എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ രണ്ടാമത് കണ്ടപ്പോൾ അത്ര വലിയ ഇതില്ല, പിന്നെ കാണുന്നു തോന്നിയിട്ടുമില്ല. പക്ഷെ അതെനിക്ക് ആ ദിവസത്തെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, അത് ചില സമയത്ത് ഇങ്ങനൊരു താല്പര്യക്കുറവ്, മരവിപ്പ്, അങ്ങനെ ഒരു താല്പര്യമില്ലായ്മ തോന്നും. ഇതുപോലെ ആയിരിക്കും മിക്കവർക്കും. അപ്പോൾ ഒരു ദിവസം അവരെന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്തു. സൂപ്പർ വേറൊരു ലോകം തുറന്ന പോലെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ബൈ.